നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മറ്റം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രമുഖമായ ഒരു ക്ഷേത്രമാണ് മറ്റം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. നരസിംഹസ്വാമി ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് മാവേലിക്കര തട്ടാരമ്പലം മറ്റം വടക്കാണ് മറ്റം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന് പടിഞ്ഞാറായും അച്ഛൻ കോവിലാറിന് കരയിലായിട്ടുമാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. ഇവിടുത്തെ മൂർത്തിയുടെ പ്രത്യേകത കൊണ്ട് അച്ഛൻ കോവിലാറും വഴിമാറി ഒഴുകിയ കഥയും ഈ ക്ഷേത്രത്തിന് പറയാനുണ്ട്. നരസിംഹസ്വാമിക്ക് പുറമെ ശ്രീകൃഷ്ണൻ മുഖമണ്ഡപത്തോടുകൂടി ഇവിടെ വിരാജിക്കുന്നുണ്ട്. കൂടാതെ സ്വാമിയാർ, നട, യക്ഷി എന്നീ ദേവതകളുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. കൂടാതെ ശിവഭഗവാന്റെയും ഉപപ്രതിഷ്ഠ ഇവിടെയുണ്ട്. ഉഗ്ര സ്വരൂപിയായ നരസിംഹമൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ചതുർബാഹു രൂപത്തിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ ദർശനം. വട്ട ശ്രീകോവിലാണ് ഇവിടെയുള്ളത് എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നരസിംഹ ജയന്തി ഇവിടെ വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. രോഗശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. അകാരണ ഭയമകറ്റാനും ദുരിതമോചനത്തിനും നരസിംഹസ്വാമിയെ കഴിഞ്ഞ് മറ്റൊരു മൂർത്തിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നരസിംഹസ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹത്തിന് മറ്റം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ഏതൊരു ഭക്തനും ഭഗവാൻ അവരുടെ ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നരസിംഹാവതാരം. പേര് പോലെ തന്നെ സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ഉടലുമാണ് ഈ അവതാരത്തിന്റെ പ്രത്യേകത. കൃതയുഗത്തിലെ ഭഗവാന്റെ 4 അവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് നരസിംഹാവതാരം. ശത്രു സംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി. പ്രഹ്ലാദന്റെ വിളി കേട്ട നിമിഷം തന്നെ തൂണു പിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷനായി എന്നാണ്. നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ മനഃശുദ്ധിയോടും ഭക്തിയോടും നെയ്വിളക്ക് തെളിച്ച് തങ്ങളുടെ അഭീഷ്ടങ്ങൾ പ്രാർത്ഥിച്ചാൽ ഏത് അഭീഷ്ടവും അത് നടത്തിത്തരും എന്നാണ് വിശ്വാസം. തൊഴിൽ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ ഇവയെല്ലാം നീങ്ങുന്നതാണ്. തുളസിമാല സമർപ്പിക്കുന്നതും ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടാണ്. ഭഗവാന്റെ ഇഷ്ടപുഷ്പം ചുവന്ന ചെത്തിയും നിവേദ്യം പായസവുമാണ്. പഞ്ചഭൂതങ്ങളിൽ വായുദേവന്റെ നാളായ ചോതി നക്ഷത്ര ദിവസത്തിൽ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ഏത് ആപത്തുകളിൽ നിന്നും ഭക്തരെ ഭഗവാൻ രക്ഷിക്കും എന്നാണ് വിശ്വാസം. കൂടാതെ കടബാധ്യത നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാൻ പതിവായി ചോതി നക്ഷത്ര ദിവസം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഫലപ്രദമാണ്. തട്ടാരമ്പലം ജംഗ്ഷനിൽ നിന്ന് 50 മീറ്റർ കിഴക്കോട്ട് മാറി വടക്കോട്ടുള്ള റോഡിലൂടെ നേരെ ഏകദേശം 300 മീറ്റർ പോയാൽ മറ്റം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിൽ എത്താം. മറ്റേതൊരു നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പോലെയും പാനകം ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ശത്രുദോഷങ്ങൾ ഇല്ലാതാക്കാനും വിഷമുക്തിക്കും ഒക്കെയായിട്ട് പാനകം വഴിപാട് ഏതൊരു ഭക്തനും നടത്താവുന്നതാണ്. ക്ഷിപ്രപ്രസാദിയാണ് ഇവിടുത്തെ നരസിംഹമൂർത്തി. ഏതൊരു ഭക്തനെയും പ്രഹ്ലാദനെ എപ്രകാരം തന്റെ കൈവെള്ളയിൽ സംരക്ഷിച്ചുവോ അതേപോലെ തന്നെ ഭഗവാൻ സംരക്ഷിക്കും. ക്ഷേത്രത്തിന്റെ പഴക്കം കൊണ്ട് ക്ഷേത്രം വളരെയേറെ പ്രശസ്തമാണ്. എല്ലാ ഭക്തരും മറ്റം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.